സോ ഫുട്ബോളിംഗ് ഫാൻസിനിടയിൽ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ക്ലബ്, ഇഫ് നോട്ട് ദ ഗ്രേറ്റസ്റ്റ് ക്ലബ് വെൻ ഇറ്റ് കംസ് ടു സക്സസ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയാൻ പോകുന്ന പേര് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ടൈറ്റിൽസ് നേടിയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുള്ള, ഏറ്റവും കൂടുതൽ പ്രോ ട്രോഫീസ് നേടിയിട്ടുള്ള ടീമായ റയൽ മാഡ്രിഡിന്റെ പേരായിരിക്കും. അതുപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഓൾ ടൈം ആരാണെന്ന് ചോദിച്ചാൽ മെജോറിറ്റി ആളുകളും പറയാൻ പോകുന്ന പേര് പ്രോബബ്ലി ഇപ്പോഴത്തെ വേൾഡ് ഫുട്ബോളിലെ മോസ്റ്റ് പവർഫുൾ മാൻ, ഈവൻ മോർ പവർഫുൾ ദാൻ ദ ഫിഫ പ്രസിഡന്റ്, യുഎഫ പ്രസിഡന്റ്, മറ്റാരും അല്ല, ഡോൺ പെറസ്, ഫ്ലോറന്റീനോ പെറസ് റോഡ്രിഗസ് എന്ന് പറയപ്പെടുന്ന ഡോൺ പെറസ് ആയിരിക്കും. സോ എങ്ങനെയാണ് പെറസ് റയൽ മാഡ്രിഡിന്റെ പ്രസിഡന്റ് ആയത്? കഴിഞ്ഞ 22 ടെന്യൂറായിട്ട് 22 വർഷത്തോളമായി റയൽ മാഡ്രിഡിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. 37ഓളം ട്രോഫീസും 7 ചാമ്പ്യൻസ് ലീഗോളം 7 ലലീഗ ടൈറ്റിൽസോളം ഒക്കെ നേടി 37ഓളം ട്രോഫീസ് ഇൻക്ലൂഡിങ് 6 ക്ലബ് വേൾഡ് കപ്സ്. ആളെങ്ങനെയാണ് ഇത്രയും സക്സസ്ഫുൾ എന്താ പറയുക പ്രസിഡന്റായി മാറിയത്? റയൽ മാഡ്രിഡിനെ എങ്ങനെ ഒരു ബാങ്ക്രപ്സിയിലോട്ട് പൊക്കോണ്ടിരുന്ന റയൽ മാഡ്രിഡിനെ തിരിച്ച് കൊണ്ടുവന്ന് മോസ്റ്റ് സക്സസ്ഫുൾ, മോസ്റ്റ് പ്രോഫിറ്റബിൾ, മോസ്റ്റ് എക്കണോമിക്കൽ, പ്രോബ്ലി ദ മോസ്റ്റ് വാല്യൂബിൾ ക്ലബാക്കി പുള്ളി എങ്ങനെ മാറ്റി എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ മാർച്ച് 8 1947 ഒരു ഫാമിലി ബിസിനസ്മാൻ ഫാമിലിയിലാണ് ഫ്ലോറന്റീനോ പെറസ് നമ്മൾ നോക്കാനായിട്ടാണ് ജനിക്കുന്നത്. പുള്ളി അതിനുശേഷം കോളേജിലും മറ്റുമൊക്കെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് പുള്ളി പെർസ്യൂഡ് ചെയ്തത്. പുള്ളി അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് ഫിലിം സ്കൂളിലും പോയതായിട്ട് റിപ്പോർട്ടുകൾ കിടപ്പുണ്ട്. ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം പുള്ളി ഡയറക്റ്റ് പൊളിറ്റിക്സിലോട്ട് എൻട്രി ചെയ്യുമായിരുന്നു. സോ പുള്ളിയെക്കുറിച്ച് പറയാനായിട്ടാണ് പുള്ളി പിന്നീട് പല മിനിസ്ട്രികളിൽ 15 വർഷത്തോളം പൊളിറ്റിക്സിൽ നിന്നുകൊണ്ട് 1980 95 ഇടയിലായിട്ട് ഇൻഡസ്ട്രി ഓഫ് ടെക്നോളജി ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിലും മറ്റുമൊക്കെ ആയിട്ട് 15 വർഷത്തോളം പുള്ളി വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായി. അത് മിനിസ്ട്രിയിൽ വർക്ക് ചെയ്തു. അതിനുശേഷം അതിനിടയിൽ വെച്ച് തന്നെ പുള്ളി ഒരു ACS എന്ന് പറയുന്ന ഒരു വമ്പൻ കൺസ്ട്രക്ഷൻ കമ്പനി പുള്ളി ഫോം ചെയ്യുന്ന സിറ്റുവേഷൻ. വേൾഡിലാണ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ആൻഡ് പുള്ളിയാണ് ACSന്റെ CEOയും. ആൻഡ് പുള്ളി ഒരു ബില്യനെയറുമാണ്. വൺ ഓഫ് ദ മോസ്റ്റ് പ്രോഫിറ്റബിളി റണ്ണിങ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഇപ്പോഴും വേൾഡിൽ തന്നെ ബിഗ്ഗസ്റ്റ് കൺസ്ട്രക്ഷൻ കമ്പനീസിൽ ഒന്നാണ്. സോ ആളാണ് അതിന്റെ CEO. പിന്നീട് 1995 പുള്ളി പൊളിറ്റിക്സ് വിടാൻ തീരുമാനിക്കുകയാണ്. അതിനുള്ള റീസൺ പുള്ളിയുടെ അൾട്ടിമേറ്റ് ഡ്രീം റയൽ മാഡ്രിഡ് പ്രസിഡന്റ് ആവുക എന്നുള്ളതാണ്. പുള്ളി ഒരു ഡൈ ഹാർഡ് മഡ്രിസ്റ്റാണ്. റയൽ മാഡ്രിഡ് ആണ് പുള്ളിയുടെ ഡ്രീം, റയൽ മാഡ്രിഡ് പ്രസിഡന്റ്. അങ്ങനെ 1995 പ്രസിഡൻസി ഇലക്ഷന് റയൽ മാഡ്രിഡ് പ്രസിഡൻസി ഇലക്ഷന് പുള്ളി മത്സരിക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ പുള്ളി ആ ഇലക്ഷന് തോക്കുകയാണ്. മെൻഡോസ എന്ന് പറയുന്ന ആളോട്. മെൻഡോസ അതിനു മുമ്പും പ്രസിഡന്റായി കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ആളാണ്. പുള്ളിയോടാണെങ്കിൽ ആ ഇലക്ഷനിൽ തോക്കുകയാണ്. എന്നാൽ മെൻഡോസയുടെ അണ്ടർ, അതായത് അതിന് മുമ്പത്തെ 4 വർഷവും പിന്നീടുള്ള 1 വർഷം 95 പുള്ളി ഏറ്റെടുത്തതിനു ശേഷം 1 വർഷം കൂടെ മെൻഡോസ പ്രസിഡന്റായിട്ട് നിന്നു. മെൻഡോസയുടെ അണ്ടർ ക്ലബിന്റെ എക്കണോമിക് സിറ്റുവേഷൻ വളരെ വളരെ മോശമായി പൊക്കോണ്ടിരിക്കുകയാണ്. ആൻഡ് കഴിഞ്ഞ 5 വർഷത്തിനിടെ, അതായത് 91 96 ഇടയിൽ അവരാകപ്പാട് ഒരു ലലീഗ ടൈറ്റിലെ റയൽ മാഡ്രിഡ് വിൻ ചെയ്തിരുന്നുള്ളൂ. സോ അങ്ങനെ 1995 ഇലക്ഷൻ പുള്ളി ജയിച്ചെങ്കിലും 96 പുള്ളി മെൻഡോസ റിസൈൻ ചെയ്യുവാണ് റയൽ മാഡ്രിഡ് പ്രസിഡൻസിയിൽ നിന്നും. അതിനുശേഷം ക്ലബ് ഡയറക്ടറായിരുന്ന ലോറൻസോ സാൻസ് ആണെങ്കിൽ പുതിയ പ്രസിഡന്റ് ആയിട്ട് കയറുകയുമാണ് റയൽ മാഡ്രിഡിന്റെ. സോ പുള്ളിയുടെ അണ്ടർ അടുത്ത 4 സീസണിൽ 1 ലലീഗ ടൈറ്റിലും 2 UCL നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റയൽ മാഡ്രിഡ് ജയിക്കുകയുണ്ടായി. അങ്ങനെ 1999 2000 സീസണിൽ റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ് വിൻ ചെയ്തിരുന്നു. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കഴിഞ്ഞ 3 സീസണിലിടയിൽ 2 ചാമ്പ്യൻസ് ലീഗ് റയൽ മാഡ്രിഡ് നേടുകയുണ്ടായി അണ്ടർ ലോറൻസോ സാൻസ്. സോ പുള്ളി ഒരു അല്പം ഓവർ കോൺഫിഡന്റ് ആയി. പുള്ളിയുടെ 4 വർഷത്തിനിടെ 2 ചാമ്പ്യൻസ് ലീഗ്, ഒരു ലലീഗ. സോ ഇലക്ഷൻസ് കുറച്ച് നേരത്തെ വിളിക്കാം. എനിക്ക് പ്രോബബ്ലി ഇപ്പം വിളിക്കുവാണെങ്കിൽ, അതായത് 2000 ആ ഇലക്ഷൻ വിളിക്കുകയാണ്, 1 വർഷത്തോടെ കഴിഞ്ഞ് വരേണ്ട ഇലക്ഷൻ 1 വർഷം നേരത്തെ വിളിക്കുവാണെങ്കിൽ പ്രോബബ്ലി എനിക്ക് വീണ്ടും ടെന്യൂർ കണ്ടിന്യൂ ചെയ്യാം. സോ ആ ഒരു കോൺഫിഡൻസിൽ ഇലക്ഷൻസ് 1 വർഷം നേരത്തെ വിളിക്കുകയാണ്. അപ്പോഴേക്കും പെറസ് സ്ട്രാറ്റജിക്കലി പല കാര്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളി ബിഹൈൻഡ് ദ സീൻസ് റയൽ മാഡ്രിഡ് പ്രസിഡന്റ് ആവാനായിട്ട് അടുത്ത വർഷം ആകും എന്നുള്ള ഒരു ഡിറ്റർമിനേഷനിൽ തന്നെയായിരുന്നു. പക്ഷേ ആരും കരുതിയിരുന്നില്ല പെറസ് കയറുമെന്ന്. സോ പെറസ് ചെയ്തത് 3 കാര്യങ്ങളാണ് പോയിന്റ് ഔട്ട് ചെയ്ത് ആളുകളെ കയ്യിലെടുത്തത്. എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ പുള്ളിയുടെ അണ്ടർ, അതായത് ലോറൻസോ സാൻസിന്റെ അണ്ടർ, ഈവൻ ദോ ക്ലബ്ബ് ടൈറ്റിൽസ് വിൻ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ക്ലബിന്റെ ആവറേജ് അറ്റൻഡൻസ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ 22,000 13,000 അതിനുശേഷം 11,000 ആവറേജ് അറ്റൻഡൻസ് പെർ ഹോം ഗെയിമിൽ എന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്തു. സോ ആളുകൾക്ക് കളി കാണുന്നതിന്, അതായത് റയൽ മാഡ്രിഡ് മാച്ചുകൾ കാണാനായിട്ട് ഫാൻസുകൾ വരുന്നില്ല. അതായിരുന്നു ഒന്നാമത് പോയിന്റ് ഔട്ട് ചെയ്ത കാര്യം. രണ്ടാമത് $500 മില്യൺ ഡെപ്റ്റിലായിരുന്നു ആ സമയത്ത് റയൽ മാഡ്രിഡ്. സോ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകാനും ക്ലബ്ബ് ബാങ്ക്രപ്റ്റ് ആവുന്നുള്ള കാര്യം ക്ലിയർലി വിസിബിൾ ആയിരുന്നു. അത് പോയിന്റ് ഔട്ട് ചെയ്തു. മൂന്നാമതായിട്ട് ചെയ്തതാണ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് തിങ്, പ്രോബ്ലി ഫുട്ബോൾ ഹിസ്റ്ററിയിലെ തന്നെ, ഫുട്ബോൾ എക്കാലത്തും ഫുട്ബോൾ ഓർത്തിരിക്കാൻ പോകുന്ന കാര്യം, ലൂയിസ് ഫിഗോ. ആ സമയത്ത് ബാർസലോണയിൽ കളിച്ചുകൊണ്ടിരുന്ന തങ്ങളുടെ ബിഗ്ഗസ്റ്റ് റൈവലായ ബാർസലോണയുടെ ഫേസ് ഓഫ് ദ പ്രോജക്റ്റ് ആയിരുന്ന ലൂയിസ് ഫിഗോനെ താൻ റയൽ മാഡ്രിഡ് പ്രസിഡന്റ് ആയാൽ ലൂയിസ് ഫിഗോ റയൽ മാഡ്രിഡിന് വേണ്ടി സൈൻ ചെയ്യുന്നുള്ളൊരു ഗ്യാരണ്ടി കൊടുക്കുകയാണ്. അതായിരുന്നു നമുക്കറിയാം. പിന്നീട് നടന്ന ചരിത്രത്തെക്കുറിച്ച് അറിയാം. സോ
റയൽ മാഡ്രിഡ് ഫാൻസിന് മേലെ ഇപ്പോൾ ലൂയിസ് ഫിഗോനെ കൊണ്ടുവരാൻ സാധിച്ചാൽ തങ്ങളാണ് ഇത് ബിഗ്ഗസ്റ്റ് ക്ലബ്, തങ്ങളുടെ ആർച്ച് റൈവൽസിൽ നിന്ന് ഒരു പ്ലെയറിനെ കൊണ്ടുവന്നു, ബാർസലോണ തങ്ങൾക്കും താഴെയാണെന്നുള്ള ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈവൻ ദോ മറ്റ് രണ്ട് ഫാക്ടേഴ്സും ഡെപ്റ്റും അറ്റൻഡൻസും ഒരു പ്രോബ്ലം ആയിട്ട് ഉള്ളിൽ കാണിച്ചെങ്കിലും ആളുകളെ കയ്യിലെടുക്കാനായിട്ട് ബിഗ്ഗസ്റ്റ് തിങ് ആയി മാറിയത് ലൂയിസ് ഫിഗോയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ലൂയിസ് ഫിഗോ jugador del Real. ലൂയിസ് ഫിഗോനെ താൻ കൊണ്ടുവരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ലൂയിസ് ഫിഗോനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ ബാർസലോണയെ തന്നെ തുടരും, താൻ ബാർസലോണ വിടാൻ പ്ലാൻ ചെയ്യുന്നില്ല എന്നാണ് ലൂയിസ് ഫിഗോ പറഞ്ഞത്. എന്നാൽ പിന്നീട് ഇതിനെക്കുറിച്ച് പെരസിനോട് വീണ്ടും ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, ലൂയിസ് ഫിഗോ ഞാൻ പ്രസിഡന്റ് ആയതിനു ശേഷം റയൽ മാഡ്രിഡിന് വേണ്ടി സൈൻ ചെയ്തില്ലെങ്കിൽ 84,000 വരുന്ന മെമ്പേഴ്സിന്റെ അടുത്ത വർഷത്തേക്കുള്ള മെമ്പർഷിപ്പ് ഫീ താൻ എൻ്റെ പോക്കറ്റിൽ ഞാൻ തന്നെ പേ ചെയ്യും എന്നുള്ള കാര്യം ഞാൻ ഗ്യാരണ്ടി തരുവാണ്. സോ ലൂയിസ് ഫിഗോനെ താൻ കൊണ്ടുവരുമെന്ന് ആൾ തറപ്പിച്ച് പറയുകയാണ്. അങ്ങനെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എലക്ഷൻസിൻ്റെ ടൈം വരുന്നു. 94.2% വോട്ടുകൾ റിസീവ് ചെയ്തുകൊണ്ട് റയൽ മാഡ്രിഡിൻ്റെ പ്രസിഡൻ്റായി ഫ്ലോറന്റീനോ പെറസ് ചാർജ് ഏറ്റെടുക്കുകയാണ്. ആള് പറഞ്ഞ വാക്ക് പാലിക്കുകയുമാണ്. ലൂയിസ് ഫിഗോനെ ആ സീസണിൽ തന്നെ ആളുടെ റിലീസ് ക്ലോസും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് ബാർസലോണയിൽ നിന്നും സൈൻ ചെയ്യുകയുമാണ്. എങ്ങനെയാണ് ആൾ ലൂയിസ് ഫിഗോനെ ബാർസലോണയിൽ നിന്ന് സൈൻ ചെയ്തത്? സോ പുള്ളി ചെയ്തൊരു കാര്യം എന്താണെന്നറിയോ, ഇലക്ഷൻസിന് മുമ്പ് പെറസ് തോൽക്കുമെന്നായിരുന്നു പലരും പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. മെജോറിറ്റി ഓഫ് ദ ക്യാമ്പയിൻസിലും മെജോറിറ്റി ഓഫ് ദ പോളിംഗ് റിസൾട്ടിലും പെറസ് തോക്കും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ടായിരുന്നു. പ്രോബ്ലി ലൂയിസ് ഫിഗോയും ആ ഒരു ഇതിൽ വീണ് കാണണമായിരിക്കണം. കാരണം ആൾ ചെയ്ത ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ $1.5 മില്യൺ പുള്ളി ലൂയിസ് ഫിഗോനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, റയൽ മാഡ്രിഡിന്റെ പ്രസിഡന്റ് താൻ ആവുകയാണെങ്കിൽ റയൽ മാഡ്രിഡിന് വേണ്ടി സൈൻ ചെയ്യണം, ആയിട്ടില്ലെങ്കിൽ ഈ $1.5 മില്യൺ നിങ്ങൾ എടുത്തോ, ഇതൊരു ഗിഫ്റ്റായിട്ട് എടുത്തോ എന്ന് വരികയാണ്. ആൻഡ് ലൂയിസ് ഫിഗോ അത് അക്സെപ്റ്റ് ചെയ്യാം. ഇഫ് ലൂയിസ് ഫിഗോ ഈ $1.5 മില്യൺ വാങ്ങിച്ചതിന് ശേഷം പ്രസിഡന്റ് ആയതിനു ശേഷം റയൽ മാഡ്രിഡ് ജോയിൻ ചെയ്തില്ലെങ്കിൽ $34 മില്യൺ തിരിച്ച് പെറസിന് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഒരു ക്ലോസ് ലൂയിസ് ഫിഗോനെ കൊണ്ട് ആൾ സൈൻ ചെയ്യിപ്പിക്കുകയാണ്. ആൻഡ് അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പെറസ് പ്രസിഡന്റ് ആവുന്നു. പ്രോബ്ലി ലൂയിസ് ഫിഗോ പോലും വിചാരിച്ച് കാണത്തില്ല. ആൾക്കൊന്നെങ്കിൽ റയൽ മാഡ്രിഡിന് സൈൻ ചെയ്യുക, അല്ലെങ്കിൽ $34 മില്യൺ പെറസിന് പേ ചെയ്യേണ്ട ആ ഒരു സിറ്റുവേഷൻ വന്നു. സോ ഇവഞ്ച്വലി ഹി ചൂസ് റയൽ മാഡ്രിഡിന് വേണ്ടി സൈൻ ചെയ്യാൻ ചൂസ് ചെയ്യുകയാണ്. പിന്നീട് ഓർമ്മയുണ്ടല്ലോ എൽ ക്ലാസിക്കോയിൽ ലൂയിസ് ഫിഗോ വന്നപ്പോഴേക്കും ബാർസലോണ ഫാൻസ് സ്വീകരിച്ച രീതിയും ആൻഡ് പെറസ് സ്റ്റാൻസിൽ ഒരു സിഗരറ്റും വായിൽ വെച്ചുകൊണ്ട് ചിരിക്കുന്ന ഒരു ചിരിയുണ്ട്. ഫോട്ടോ നിങ്ങൾക്ക് ഇപ്പം കാണാം. അതൊരു ഐക്കോണിക് ഫോട്ടോയാണ്, അതാരും മറക്കാത്തൊരു ഐക്കോണിക് ഫോട്ടോയാണ്. പുള്ളി ആ ഒരു ടൈമുണ്ടല്ലോ റയൽ മാഡ്രിഡിന്റെ സുപ്രീമസി, തങ്ങൾക്ക് എന്തും സാധിക്കും അണ്ടർ പെറസ് എന്നുള്ളൊരു കോൺഫിഡൻസ് ഫാൻസിന്റെ മേൽ കിട്ടുവാണ്. ആൻഡ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പെറസിന്റെ അണ്ടർ റയൽ മാഡ്രിഡ് പിന്നീട് 1.5 പോക്ക് പോവുകയാണ്. ആൻഡ് പെറസ് ഗ്യാരണ്ടി കൊടുത്ത മറ്റൊരു കാര്യം പ്രസിഡന്റ് ആയതിനു ശേഷം എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും ഒരു സൂപ്പർ സ്റ്റാർ പ്ലെയറിനെ താൻ സൈൻ ചെയ്തിരിക്കും, ഒരു ഗലാക്ടിക്കോ പ്രോജക്റ്റ് താൻ ഇവിടെ ബിൽഡ് ചെയ്യും എന്നുള്ളൊരു കാര്യം അയാൾ ഗ്യാരണ്ടി കൊടുക്കുകയാണ്. ആൻഡ് പുള്ളിയുടെ അണ്ടർ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പുള്ളി ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ $500 മില്യൺ ഡെപ്റ്റ് പുള്ളി വീറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ട്രെയിനിങ് ക്യാമ്പ് മാഡ്രിഡിന്റെ സിറ്റിയുടെ സെൻട്രൽ ഏരിയാസിലായിരുന്നു. പുള്ളി എന്നാന്ന് വെച്ചാൽ ആ ട്രെയിനിങ് ക്യാമ്പ് വിൽക്കുകയും $500 മില്യൺ ഡെപ്റ്റും പുള്ളി ക്ലിയർ ചെയ്തു. കൂടാതെ പുള്ളി ചെയ്ത് എന്നാന്ന് വെച്ചാൽ ആ ട്രെയിനിങ് ക്യാമ്പ് വിൽക്കുക വഴി കിട്ടിയ എക്സസ് എമൗണ്ട് കൊണ്ട് സിറ്റിയുടെ ഔട്ട്സ്കേർട്സിൽ, അതായത് ഉൾപ്രദേശങ്ങളിലും മറ്റുമൊക്കെ ഇതിന് 5 ഇരട്ടിയോളം വലുപ്പമുള്ള ഒരു ട്രെയിനിങ് ക്യാമ്പ് പുള്ളി ബിൽഡ് ചെയ്യുകയുമാണ്. അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പുള്ളിയുടെ അണ്ടർ പല ബിഗ് സൈനിങ്സുകളും വരുവാണ്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലൂയിസ് ഫിഗോ വന്നു, സിനദീൻ സിദാൻ വന്നു, റൊണാൾഡോ നസാരിയോ വന്നു, പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് ഡേവിഡ് ബെക്കാം വന്നു. സോ അങ്ങനെ വമ്പൻ താരനിരകൾ പുള്ളി കൊണ്ടുവരുന്ന ഒരു ഗലാക്ടിക്കോ പ്രോജക്റ്റ് ബിൽഡ് ചെയ്യുന്നു. ആൻഡ് പുള്ളി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫോളോ ചെയ്യുന്ന ഒരു പോളിസിയും കൂടെ എടുത്തു. അതായത് ഗ്ലോബലി ടീമിനെ മാർക്കറ്റ് ചെയ്യാനായിട്ടും തുടങ്ങി. മാൻ യുണൈറ്റഡ് പുള്ളിക്കൊരു എക്സാമ്പിൾ ആയിരുന്നു അതിൽ നിന്നുള്ള കാര്യത്തിൽ ആ സമയത്ത് റിപ്പോർട്ടുകളിലൊക്കെ കാണാൻ സാധിക്കും. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമുക്കറിയാം ഗ്ലോബലി എങ്ങനെയാണ് അവരുടെ ഇമേജ് ബിൽഡ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്തിട്ടുള്ള ക്ലബ്ബാണ്. സോ ആ ഒരു പോളിസിയും റയൽ മാഡ്രിഡ് ഇംപ്ലിമെന്റ് ചെയ്തു. പല ചൈനയിലും മറ്റു പല കൺട്രീസിലും ഒക്കെ ആയിട്ട് ഈ സൂപ്പർ സ്റ്റാർ പ്ലേയേഴ്സുമായിട്ട് പുള്ളിയാണെങ്കിൽ മാച്ചസ് കളിക്കാനായിട്ട് പോയി അവിടെ പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് മാർക്കറ്റ് ചെയ്യിപ്പിച്ചു. ക്ലബിൻ്റെ ഗ്ലോബൽ ബ്രാൻഡ് ഓൾ അക്രോസ് ദ വേൾഡ് ബിൽഡ് ചെയ്തു. അങ്ങനെ 4 വർഷം കൊണ്ട് ക്ലബിൻ്റെ റവന്യൂ പുള്ളി പ്രസിഡന്റായി വന്ന സമയത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 4 ഇരട്ടിയാക്കി പുള്ളി ഉയർത്തുകയും ചെയ്തു. സോ റയൽ മാഡ്രിഡ് എക്കണോമിക്കലി സ്റ്റേബിൾ ആവാൻ തുടങ്ങി, അറ്റൻഡൻസ് കൂടാൻ തുടങ്ങി. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അടുത്ത 3 വർഷത്തിനിടയിൽ 2 ലലീഗയും ഒരു ചാമ്പ്യൻസ് ലീഗും റയൽ മാഡ്രിഡ് വിൻ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായി. സോ പെറസ് ദ ഗ്രേറ്റസ്റ്റ് മാനേജർ എന്നുള്ള ഗ്രേറ്റസ്റ്റ് പ്രസിഡന്റ് എന്നുള്ള രീതിയിലോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പിന്നീടുള്ള 3 വർഷം, അടുത്ത 3 വർഷം പുള്ളിക്ക് കാര്യങ്ങൾ അല്പം മോശമായിട്ടാണ്. ഫസ്റ്റ് 3 ഇയേഴ്സിൽ വളരെ സൂപ്പർബായിട്ട് പോയെങ്കിലും പിന്നീടുള്ള 3 വർഷം കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകുമായിരുന്നു. അടുത്ത 3 വർഷത്തിനിടെ റയൽ മാഡ്രിഡിന് ഒരു ട്രോഫീസ് പോലും അടിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ,
3-4-4-5-5-6 സീസണുകളിൽ അവർക്ക് ഒരു ട്രോഫീസ് പോലും അടിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിൻ്റെ വൺ ഓഫ് ദ റീസൺസ് ആയിട്ട് പറയുന്നത് എന്നാന്ന് വെച്ചാൽ ആ സമയത്ത് പുള്ളി അറ്റാക്കേഴ്സിൽ ഒബ്സസ്ഡ് ആയിരുന്നു, ഭയങ്കര ഒബ്സസ്ഡ് ആയിരുന്നു. പുള്ളി അറ്റാക്കേഴ്സിനെ കണ്ടിന്യൂസ്ലി സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഡിഫൻസീവ് ഏരിയാസിനെ പുള്ളി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു സിറ്റുവേഷൻ പറയാനായിട്ടാണ് ആ സമയത്ത് വേൾഡിലെ ബെസ്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിരുന്നു മക്കലല്ലേ, എല്ലാവർക്കും അറിയാം. ആൻഡ് റയൽ മാഡ്രിഡ് ആ 3 സീസണുകളിൽ 2 ലാ ലീഗ ഒരു ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നതിലും പ്രോബ്ലി ഏറ്റവും ഇൻ്റഗ്രൽ പാർട്ട് കളിച്ചതും പുള്ളിയാണ്. ആൻഡ് പുള്ളി ആ സമയത്തെ ടീമിലെ എന്താ പറയുക ലീസ്റ്റ് പെയ്ഡ് പ്ലേയേഴ്സിൽ ഒരാൾ വരും, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയിരുന്നു, ലീസ്റ്റ് പെയ്ഡ് പ്ലെയർ ആയിരുന്നു. സോ പുള്ളി എന്ന് പെർസനോട് പറഞ്ഞു എനിക്ക് കോൺട്രാക്ട് റിന്യൂ ചെയ്യണം, എനിക്കാണെങ്കിൽ കൂടുതൽ വേജസ് ആണ്, അതായത് ഈ ഹയർ പ്ലേസ് ഇതാനും ബെക്കാമൊക്കെയും ചെയ്യുന്നതിനടുത്ത് തനിക്കും കിട്ടണം എന്നുള്ളൊരു ഡിമാൻഡ് വെച്ചു. ബട്ട് പെരസ് അത് അക്സെപ്റ്റ് ചെയ്തില്ല. പുള്ളിയാണെങ്കിൽ സാലറി കൂട്ടി കൊടുക്കാൻ റെഡി ആയില്ല. മക്കലല്ലേ നമ്മൾ കണ്ടു ചെൽസിയിലോട്ട് നീങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതുപോലെ തന്നെയാണ് ഈ 3 വർഷത്തിനിടയിൽ റയൽ മാഡ്രിഡ് ഇത്രയും ടൈറ്റിൽസ് അടിക്കാനായിട്ടുള്ള വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ വിൻസെന്റ് ഡെൽ ബോസ്കോ എന്ന് പറയുന്ന വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മാനേജേഴ്സ്, എല്ലാവർക്കും അറിയാം സ്പാനിഷ് ഹിസ്റ്ററിയിൽ തന്നെ ഗ്രേറ്റസ്റ്റ് മാനേജേഴ്സ് ഒരാളാണ്. ആൻഡ് ഡെൽ ബോസ്കിന്റെ അണ്ടറാണ് ഇവർ ഇത്രയും നല്ലപോലെ കളി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഡെൽ ബോസ്ക് പെരസുമായിട്ട് അവസാനം ഉടക്കിയിരുന്നു. വൺ ഓഫ് ദ റീസൺ പല സൈനിങ്സുകളും പുള്ളിയോട് ചോദിക്കാതെയാണ് നടത്തിയിരുന്നത്. ഈ മക്കലല്ലയുടെ സിറ്റുവേഷൻ പുള്ളിക്ക് നന്നായിട്ട് പോയ ഒരു റീസൺ. അതുപോലെ പുള്ളി ഡിമാൻഡ് ചെയ്ത പല ഡിഫൻസീവ് മിഡ്ഫീൽഡ് സൈനിങ്സുകളും അല്ല പെരസ് കൊണ്ടുവരുന്നത്. പുള്ളിയോട് ചോദിക്കാതെ, അതായത് കോച്ചിന്റെ അഭിപ്രായം ചോദിക്കാതെ അറ്റാക്കേഴ്സിനെ പുള്ളി ആഡ് ചെയ്തുകൊണ്ടിരുന്നു. അത് ഡെൽ ബോസ്കിന് ഇഷ്ടപ്പെട്ടില്ല. സോ 2003 നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആഫ്റ്റർ വിന്നിങ് ദ ലീഗ് പുള്ളി കോൺട്രാക്ട് റിന്യൂ ചെയ്തിരുന്നു. കോൺട്രാക്ട് റിന്യൂ ചെയ്ത് 1 മാസത്തിനകം തന്നെ പുള്ളി ആ കോൺട്രാക്റ്റിന് ടെർമിനേറ്റ് ചെയ്ത് റയൽ മാഡ്രിഡും പെരസും ഡെൽ ബോസ്കും തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്ത് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് ഡെൽ ബോസ്ക് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റയൽ മാഡ്രിഡ് കോച്ചിങ് ജോബ് വിടുന്ന ഒരു സിറ്റുവേഷനാണ്. 2003 ലീഗ് അടിച്ചതിന് ശേഷമാണ് 2003-4 സീസണിൽ തുടങ്ങി 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നോക്കാനായിട്ടാണ് ഡെൽ ബോസ്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതിന് ശേഷം നമ്മൾ നോക്കാനായിട്ടാണ് എടുത്തു പറയേണ്ട മറ്റൊരു റീസൺ എന്നാന്ന് വെച്ചാൽ പുള്ളി റൊണാൾഡീനോ സിറ്റുവേഷൻ ഡീൽ ചെയ്തതും അത്യാവശ്യം നല്ല രീതിയിൽ പോയില്ല. റൊണാൾഡീനോ ആ സമയത്ത് നമുക്കറിയാം വേൾഡിൽ തന്നെ ഗ്രേറ്റസ്റ്റ് പ്ലെയറായി മാറിയൊരു സിറ്റുവേഷൻ ആയിരുന്നു ആ 2-3 വർഷം അണ്ടർ ബാർസലോണ. ആൻഡ് പുള്ളി റൊണാൾഡീനോനെ സൈൻ ചെയ്യാനായിട്ടുള്ള അവസരം നിരസിക്കുകയും ചെയ്തിരുന്നു. ബാർസലോണേനേക്കാൾ ആ സമയത്ത് റൊണാൾഡീനോനെ സൈൻ ചെയ്യാൻ ഫേവറേറ്റ് റയൽ മാഡ്രിഡ് ആയിരുന്നു. ബട്ട് റൊണാൾഡീനോ വൺ ഓഫ് ദ റീസൺ പുള്ളി പറഞ്ഞതായിട്ട് കേൾക്കുന്നത് അഗ്ലിയാണ്, മാർക്കറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു റീസൺ പറഞ്ഞുകൊണ്ട് റൊണാൾഡീനോനെ പുള്ളി റിജക്റ്റ് ചെയ്യുകയും പിന്നീട് ബാർസലോണയിൽ ചെന്ന് റൊണാൾഡീനോ പ്രോബ്ലി ആ സമയത്തെ ഗ്രേറ്റസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡായി മാറുകയും ചെയ്തു. സോ അത് റയൽ മാഡ്രിഡ് ഫാൻസിനിടയിൽ നല്ല രീതിയിൽ പോയില്ല എന്നുള്ളതും ഒരു റീസണാണ്. സോ അങ്ങനെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കഴിഞ്ഞ അടുത്ത 3 വർഷത്തിനിടയിൽ 5ഓളം ഡിഫറെൻറ്റ് മാനേജേഴ്സ് ഒന്നും ഒരു ടൈറ്റിൽസ് പോലും നേടാനായിട്ട് റയൽ മാഡ്രിഡിന് സാധിച്ചില്ല. സോ അങ്ങനെ പെറസ് റിസൈൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ റമോൺ കാൽഡിറോൺ പുതിയ പ്രസിഡന്റായി ഏറ്റെടുക്കുകയുമാണ് 2006. ആൻഡ് 2006-7 സീസണിലും 2007-8 സീസണിലും പെറസ് പ്രസിഡന്റായി 2006 റിസൈൻ ചെയ്തതിനു ശേഷം അണ്ടർ കാൽഡിറോൺ ബാക്ക് ടു ബാക്ക് ലലീഗ ടൈറ്റിൽസ് റയൽ മാഡ്രിഡ് വിൻ ചെയ്യുകയാണ്. പക്ഷേ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല ഓഫ് ദ ഫീൽഡ് പൊക്കോണ്ടിരുന്നത്. അണ്ടർ കാൽഡിറോൺ നമ്മൾ നോക്കാനായിട്ടാണ് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വീണ്ടും മോശമായി, റയൽ മാഡ്രിഡിന്റെ ഡെപ്റ്റ് കയറാനായിട്ട് തുടങ്ങി. കൂടാതെ തുടർച്ചയായ 3 വർഷങ്ങൾ അണ്ടർ ഹിം റൗണ്ട് ഓഫ് 16 ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡ് പുറത്താവുന്ന ഒരു സിറ്റുവേഷനും ഉണ്ട്. സോ ഡെപ്റ്റ് കൂടാനായിട്ട് തുടങ്ങി, ചാമ്പ്യൻസ് ലീഗിൽ മോശമായിട്ട് പെർഫോം ചെയ്യുന്നു, കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു, ക്ലബ്ബ് വീണ്ടും ബാങ്ക്രപ്റ്റ് ആവുമോ അതോ പഴയ സിറ്റുവേഷൻസിലോട്ട് പോകുമോ എന്നുള്ളൊരു പേടി വരുന്നു. ആൻഡ് ഫാൻസിനിടയിലും മെമ്പേഴ്സിനിടയിലും ഒരേ ഒരു സൊല്യൂഷനേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റാരുമല്ല, തിരിച്ച് ഫ്ലോറന്റീനോ പെറസിനെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ പെറസ് വീണ്ടും 1 ജൂൺ 2009 വീണ്ടും റയൽ മാഡ്രിഡ് പ്രസിഡന്റായിട്ട് സ്ഥാനം ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ 2025 ആയിരിക്കുകയാണ്. ഈ 2025 തുടർച്ചയായ കഴിഞ്ഞ 16 വർഷമായിട്ട് റയൽ മാഡ്രിഡിന്റെ പ്രസിഡന്റ് ആയിക്കൊണ്ട് ഫ്ലോറന്റീനോ പെറസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തന്റെ 22ാം വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് റയൽ മാഡ്രിഡ് പ്രസിഡന്റ്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പുള്ളി കൂടുതൽ ലോൺ എടുക്കുകയാണ് ചെയ്തത്. അതായത് പിന്നീട് പുള്ളി അസറ്റുകൾ വിൽക്കുകയൊന്നും അല്ല ചെയ്തത്, ഈ ഡെപ്റ്റ് ക്ലിയർ ചെയ്യാനായിട്ട് പുള്ളി ചെയ്തത് കൂടുതൽ ഡെപ്റ്റ് റേസ് ചെയ്തു. അതിനുശേഷം കൂടുതൽ സൈനിങ്സുകൾ നടത്തി. റൊണാൾഡോ, ബെൻസിമ, കക്ക, ഹിഗ്വിൻ, അതുപോലെ തന്നെ ഡി മരിയ, ഓസിൽ, ലൂക്ക മോഡ്രിച്ച്, ഗ്യാരത്ത് ബെയ്ൽ, അങ്ങനെ വമ്പൻ സൈനിങ്സുകൾ തുടർച്ചയായി പിന്നീടും പുള്ളി വർഷങ്ങളിൽ കൊണ്ടുവരികയും ഓഫ് ദ ഫീൽഡ് ഇഷ്യൂസ് ഓൺ ഫീൽഡ് ടൈറ്റിൽസ് വിൻ ചെയ്തുകൊണ്ട് മറികടക്കാനായിട്ടൊരു ഡിസിഷൻ എടുക്കുകയുമാണ്. അത് റിസ്കി ഡിസിഷൻ ആയിരുന്നു, പക്ഷെ അത് വർക്ക് ചെയ്തു. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് പെറസിന്റെ 2ാം ടെന്യൂറിൽ 13-14 സീസണിൽ ഒരു ചാമ്പ്യൻസ് ലീഗ്, പിന്നീട് 15-16, 16-17, 17-18 ഹിസ്റ്ററിയിൽ തന്നെ 3 പീറ്റ് നേടിക്കൊണ്ട് റയൽ മാഡ്രിഡ് 3 ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നു.
പിന്നീട് നമ്മൾ കണ്ട് 21-22 സീസണിലും ലാസ്റ്റ് ഇയർ 23-24 സീസണിലും വീണ്ടും ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നു. സോ പുള്ളി രണ്ടാമത് വന്ന ടെന്യൂറിൽ 6 ചാമ്പ്യൻസ് ലീഗ്, പുള്ളി ആദ്യത്തെ ടെന്യൂറിൽ 1 ചാമ്പ്യൻസ് ലീഗ്, ആൻഡ് അണ്ടർ ഹിം 7 ലലീഗ ടൈറ്റിൽസ്, 6 ക്ലബ് വേൾഡ് കപ്പ്. സോ അങ്ങനെ 37 ട്രോഫീസ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പെറസിന്റെ അണ്ടർ റയൽ മാഡ്രിഡ് വിൻ ചെയ്യുകയാണ്. ആൻഡ് പുള്ളി ആ ഒരു റിസ്കി ഡിസിഷൻ എടുത്തു, കൂടുതൽ ഡെപ്റ്റ് റേസ് ചെയ്ത് കൂടുതൽ പ്ലേയേഴ്സിനെ കൊണ്ടുപോയി ടൈറ്റിൽസ് വിൻ ചെയ്തുകൊണ്ട് ക്ലബിന്റെ എന്നാ പറയുക ഡെപ്റ്റ് മാറ്റിയെടുക്കുക എന്നുള്ള ഒരു റിസ്കി ഡിസിഷൻ പുള്ളി എടുത്തു. അത് വർക്ക് ചെയ്യുകയും ചെയ്തു. ഓൺ ഫീൽഡ് റിസൾട്ടുകൾ വരാൻ തുടങ്ങി. വേൾഡ് തന്നെ ബിഗസ്റ്റ് മാർക്കറ്റബിൾ ക്ലബ്ബാക്കി പുള്ളി മാറ്റി. ആൻഡ് റൈറ്റ് നൗ as things stands റയൽ മാഡ്രിഡിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫ്ലോറന്റീനോ പെറസ്. വേറൊരു ഓപ്ഷൻ ഇല്ല. പുള്ളി എപ്പോൾ എലക്ഷൻസ് വെച്ചാലും പുള്ളിക്ക് ഇനി എതിര് നിൽക്കാനായിട്ട് ആരും വരത്തില്ല. പുള്ളിയാണ് ഇത് അൺഡിസ്പ്യൂട്ടഡ് ഗോഡ് പ്രസിഡന്റ് എന്നുള്ള രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഫോർ റയൽ മാഡ്രിഡ് എന്നൊരു സിറ്റുവേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എന്താണ് ഫ്ലോറന്റീനോ പെറസിന്റെ കുറിച്ചുള്ള നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയാം? ഈസ് ഹി ദ ഗ്രേറ്റസ്റ്റ് പ്രസിഡന്റ് ദ വേൾഡ് ഫുട്ബോൾ ഹാസ് എവർ സീൻ എന്നാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഫോർ മീ യെസ്, പ്രോബ്ലി വേൾഡ് ഫുട്ബോൾ ഇങ്ങനത്തെ ഒരു പ്രസിഡന്റിനെ കിട്ടാനായിട്ട് ഏതൊരു ടീമും കൊതിക്കുന്ന ഒരു കാര്യമാണ്. സോ എന്താണ് നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയാം? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതെ